ഈസ് എ സിസ്റ്റം ഇൻ ബാലൻസ്. കുടുംബം എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ്. അതിനൊരു താളക്രമമുണ്ട്. എന്തുണ്ട്? ഒരു ബാലൻസ് ഉണ്ട്. കണ്ടോ, ഒരു കല്ല് മറ്റേ കല്ല് ചാരിയിരിക്കുകയാണ്. അതിനൊരു താളക്രമമുണ്ട്. ഞാൻ 3-4 കൊച്ചു ധ്യാനങ്ങൾ അടിവരയിടുകയാണ്. 2 വാക്കുകൾ അവിടെ നമുക്ക് കാണാം. ഇറ്റ് അഫക്ട്സ് ഈച്ച് അതർ, ഇറ്റ് ഇഫക്ട്സ് ഈച്ച് അതർ. എന്താ? അഫക്റ്റും ഉണ്ട്, ഇഫക്റ്റും ഉണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ. അഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വൈകുന്നേരം അച്ചായൻ 60 അടിച്ചിട്ട് വന്നാൽ വീട്ടിൽ എന്തുണ്ടാവും? അഫക്റ്റ് ഉണ്ടാവും, അല്ലേ? പപ്പായോടെ ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് ചോറുണ്ടാൽ ഇഫക്റ്റ് ഉണ്ടാവും. കിട്ടിയില്ലേ? വീട് 2 വാക്കുകൾക്കുള്ളിൽ. It affects each other or it affects each other. ഞാനൊരു വാക്ക് ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, നിങ്ങളുടെ വീടുകൾ ഇപ്പൊ കടന്നു പോകുന്നത് ഒരു അഫക്റ്റിലാണോ അതോ ഒരു ഇഫക്റ്റിലാണോ? ഞാനൊരു സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്താൽ നിങ്ങൾ അഭിഷിക്തരാണ്. ഹല്ലേലൂയ. ഈ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമത് പാലിക്കേണ്ട ക്രമത്തിലേക്ക് നമുക്ക്, ഒരു ഭവനത്തിൽ നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത് ഇനി പറയുന്ന വാക്കിന് വേണ്ടിയാണ്. We are called to be the balance keeper of the home. ഒരു ഭവനത്തിന്റെ ബാലൻസ് തെറ്റാതെ സൂക്ഷിക്കാനാണ് ദൈവം നമ്പുരാൻ നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്. ഒരു വലിയ അഭിഷേക വാക്കാണ് ഞാനിവിടെ പറഞ്ഞത്. കർത്താവേ, എന്നെ ക്ഷണിച്ച വീടിന്റെ ബാലൻസ് കീപ്പറായി പ്രവർത്തിക്കുവാൻ എനിക്ക് നീ കൃപ തരണമേ. ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സിനെ ഓർത്തൊരു നന്ദി പറയുകയാണ് ഞാൻ. എത്രയോ തവണ നമ്മുടെ വീടിന്റെ ബാലൻസ് തെറ്റിപ്പോയി എന്ന് തോന്നിയതാണ്. നിലനിന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവകൃപയുള്ള ഒരാൾ അവിടെ എഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവകൃപയുള്ള ഒരാൾ അവിടെ എഴുന്നേറ്റ് നിന്നതുകൊണ്ട് എൻ്റെ വീടിന്റെ താളം തെറ്റാതെ പോയി. വിളിച്ച വീടിന്റെ താളക്രമങ്ങളെ സൂക്ഷിക്കുവാൻ നീ എനിക്ക് അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു വീടിന്റെ താളം സൂക്ഷിക്കണമെങ്കിൽ മനഃശാസ്ത്ര ഭാഷയിൽ 3 വാക്കുകൾ പറയാം. ടോളറൻസ് ഓർ ടെമ്പറൻസ്, സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിനയൽ. 3 പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണിത്. എന്താ? സഹനം, സ്വയത്യാഗം, സ്വയനിയന്ത്രണം. ഒന്നാമത്തെ വാക്കിൽ സഹനം എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ചിലർ പറയത്തില്ലേ, ഈ പുള്ളിയെ ഞാൻ 40 വർഷം കൊണ്ട് സഹിക്കുക. അതല്ല സഹനം. സഹനം എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് സഹനം. സാഹചര്യങ്ങൾ അനുകൂലമല്ല, പക്ഷേ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപ. രണ്ടാമത്തെ വാക്ക് എന്താ? സെൽഫ് കൺട്രോൾ. അല്പം കൂടെ ആത്മനിയന്ത്രണം വേണം. എന്തുവാ? ആത്മനിയന്ത്രണം. അതിന് പണ്ടുള്ള അപ്പച്ചന്മാർ 2 വാക്ക് പറയും: അടക്കം, ഒതുക്കം. എന്തുവാ? പ്രതികരിക്കാതൊന്നും ഇരിക്കണ്ട, പ്രതികരിക്കണം. ഞാൻ ഇനി പറയുന്ന വാക്ക് എൻ്റെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. പ്രതികരിക്കാൻ പറ്റും, പക്ഷേ ഐ പോസ്റ്റ്പോൺ ഫോർ എ മൊമെന്റ്. ഇതാണ് ആത്മനിയന്ത്രണം. എന്താ? എനിക്ക് മറുപടി പറയാൻ അറിയാം, പക്ഷേ ഒരു നിമിഷത്തേക്ക് ഞാനത് മാറ്റിവെക്കുമ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീ ഒരു ദൈവ പൈതലാകുകയാണ്. ഹല്ലേലൂയ. പ്രതികരിക്കാൻ അറിയാം, ഒരു നിമിഷത്തേക്ക് മാറ്റിവെക്കുന്നു. ആത്മനിയന്ത്രണം. 3 സ്വയത്യാഗം. എന്തുവാ? സെൽഫ് ഡിനയൽ. മലയാളത്തിൽ എന്ത് പറയും?
ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാനുള്ള ധൈര്യം വീടിൻ്റെ ഉള്ളിൽ. ഒന്നാമത്തെ പ്രമാണം എന്തുവാ? വീടിൻ്റെ ബാലൻസ് കീപ്പറായി നാം പ്രവർത്തിക്കുക. അവിടെ എന്ത് വേണം? 3 ക്രിസ്തീയ ദൂതുകൾ. എന്താ? സഹനം, സ്വയത്യാഗം, സ്വയനിയന്ത്രണം.